നമസ്കാരം. ന്യൂസ് ട്രാക്ക് 170 സ്വാഗതം. വിജയ്, ഇന്നിപ്പോൾ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം അതൊരു പുതിയ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മുൻ ഗവർണർ ഈ കാര്യത്തിൽ കമന്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ പി സദാശിവമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ സർക്കാർ ഒരു ആയുധമായി ഏറ്റെടുത്തിട്ടുമുണ്ട്. എ.കെ. ബാലൻ മന്ത്രിയുടെ പ്രതികരണം അതിനുശേഷം വന്നു. അതും ജസ്റ്റിസ് സദാശിവത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുകൂടാതെ ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ജനസംഖ്യാ രജിസ്റ്ററിൽ സംസ്ഥാനങ്ങളുമായി വീണ്ടും ചർച്ചയ്ക്ക് കേന്ദ്രം ഒരുങ്ങുന്നു. വിവാദ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിർബന്ധമാക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയും ചെയ്തു. അതെ, ആ നടപടിയുമായി അപ്പോൾ സ്വാഭാവികമായും ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം സെൻസസ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ കേരളം തീരുമാനിച്ചിട്ടുണ്ട്. കേരളം മറ്റെല്ലാ കാര്യത്തിലും സഹകരിക്കാം എന്നുമാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ന്യൂസ് ട്രാക്ക് 170 ഒരിക്കൽ കൂടി സ്വാഗതം. NPR ആയി ബന്ധപ്പെട്ട് കേന്ദ്രവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, ആ ഒരൊറ്റ വിഷയത്തിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരുപക്ഷെ അത് സമവായത്തിൽ കലാശിച്ചേക്കാം എന്ന് തോന്നുന്നു. കേരളവും പശ്ചിമബംഗാളും പഞ്ചാബും ഒക്കെ ഈ നിലപാട് പ്രഖ്യാപിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ്. അതെ, ഇപ്പോൾ വരുന്നത് NPRലെ വിവാദ ചോദ്യങ്ങൾക്ക് മറുപടി നിർബന്ധമാക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ജനന തീയതി, മാതാപിതാക്കളുടെ ജനന സ്ഥലം എന്നിവയ്ക്ക് മറുപടി നിർബന്ധമാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാരുമായി അടുത്ത വൃത്തങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. NPRൽ സംസ്ഥാനങ്ങളുമായി വീണ്ടും ആശയവിനിമയം നടത്താനും തീരുമാനമായിട്ടുണ്ട്. NPR നടപടികളിൽ സർക്കാർ ജാഗ്രത കാട്ടണമെന്ന് അതേസമയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തു. സെൻസസ് നടപടികളോടുള്ള നിസ്സഹകരണം ക്രിമിനൽ കുറ്റമാണെന്ന് BJP വക്താവ് MS കുമാർ പ്രതികരിച്ചു. സർക്കാർ ജനങ്ങളോട് നിയമം ലംഘിക്കാൻ ആവശ്യപ്പെടുകയാണെന്നും MS കുമാർ കുറ്റപ്പെടുത്തി. അപ്പോൾ അതിനോട് സഹകരിക്കരുത് എന്ന് ഒരു ഗവൺമെന്റ് തന്നെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിയമം ലംഘിക്കണം എന്നാണ്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ മന്ത്രിമാർ അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളെല്ലാം നിയമം ലംഘിക്കണോ. സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അഭ്യർത്ഥന കേട്ട് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഈ ആവശ്യമനുസരിച്ച് സെൻസസ് നടപടിക്രമങ്ങളോട് സഹകരിക്കാതിരുന്നാൽ അത് വലിയ ക്രിമിനൽ കുറ്റമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് നൽകും. നിതിൻ, എന്താണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു സമവായ സാധ്യത തേടുകയാണോ? ഈ സംസ്ഥാനങ്ങളുമായി ഒരിക്കൽ കൂടി ചർച്ച നടത്താനുള്ള തീരുമാനം ഔദ്യോഗികമായി കൈക്കൊണ്ട് കഴിഞ്ഞോ? കേന്ദ്ര സർക്കാരിന്റെ അടുത്ത വൃത്തങ്ങളാണ് നമുക്ക് ഇത്തരം വിവരങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ ഒരു കൂടിയാലോചനയ്ക്ക് തയ്യാറാകുന്നു എന്ന് തന്നെ പറയാം. കാരണം പൗരത്വ പട്ടികയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് NRC നടപ്പാക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ NPR നടപ്പാക്കുന്നത് സംബന്ധിച്ചൊരു വിമർശനം പല സംസ്ഥാനങ്ങളും ഉയർത്തിയിരുന്നു. അത്തരം ആശങ്കകളൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളും പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ സംസ്ഥാന മന്ത്രിസഭാ യോഗം അതൊരു തീരുമാനമെടുത്തുകൊണ്ട് ദേശീയ സെൻസസ് രജിസ്ട്രാറെ അറിയിക്കുമെന്നും അറിയിച്ചിരുന്നു. നിലവിലിപ്പോൾ ഇത്തരം വിവാദ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നിർബന്ധമല്ല എന്നൊരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുമായി അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്താനും ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു യോഗത്തിനുള്ള സാധ്യതയാണ് ഇതോടുകൂടി തെളിയുന്നത്. ഏറെ വിവാദം സൃഷ്ടിച്ചതായിരുന്നു NPR, അതായത് ദേശീയ പൗരത്വ രജിസ്ട്രേഷനിൽ ഇത്തരം വിവാദ ചോദ്യങ്ങൾ ഉണ്ടാക്കിയത്. പാസ്പോർട്ട് നമ്പറും തന്നെ ആധാർ കാർഡ് നമ്പറും അടക്കം തന്നെ ഈ മാതാപിതാക്കളുടെ ജനന സ്ഥലവും ജനന തീയതിയും ഒക്കെ ഉൾപ്പെടുത്തിയത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. അതിനെതിരെ സംസ്ഥാനങ്ങൾക്ക് തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന സർക്കാരൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതൊന്നും യാതൊരു തരത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് പല സംസ്ഥാനങ്ങളും സ്വീകരിച്ചത്. നിലവിലിപ്പോൾ ആ ഒരു സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ നിലപാടിൽ നിന്നും അല്പം പിന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. വീണ്ടും സംസ്ഥാനങ്ങളുമായി തന്നെ ഒരു യോഗത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം പ്രധാനമായും ഈ NPRും NRCയും തമ്മിൽ ബന്ധമില്ല എന്നായിരുന്നു BJP വൃത്തങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളൊക്കെ തന്നെ പലപ്പോഴായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സഭയിലടക്കം തന്നെ അമിത്ഷാ പലപ്പോഴായി ഇത് രണ്ടും ബന്ധമുണ്ടെന്നൊരു തരത്തിൽ വിവരങ്ങളൊക്കെ നൽകിയിരുന്നു. അത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ സഭയിൽ നൽകിയിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ആശങ്ക തന്നെ ഈ രാജ്യത്ത് സൃഷ്ടിച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും അതോടുകൂടി തന്നെ നിലപാട് സ്വീകരിച്ചു. NPR യാതൊരു തരത്തിലും നടപ്പാക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. നിലവിലിപ്പോൾ അത്തരം വിവാദ ചോദ്യങ്ങളിൽ നിന്നും പിന്മാറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാനങ്ങളൊക്കെ തന്നെ ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനത്തിൽ ഔദ്യോഗികമായി തന്നെ ഒരു അറിയിപ്പ് ഉണ്ടാവുക. എന്തായാലും സംസ്ഥാനങ്ങളുമായി തന്നെ വീണ്ടും ഒരു യോഗത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെ പറയാം കേന്ദ്രം. ശരി നിതിൻ, വിശദാംശങ്ങൾ നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നൽകിയത്.
ഗവർണറുമായ തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തത്. സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള തർക്കത്തിൽ നിലപാട് വ്യക്തമാക്കി മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഗവർണറെ അറിയിക്കാൻ സർക്കാരിന് ഭരണഘടനാ ബാധ്യതയില്ല. സുപ്രധാന തീരുമാനങ്ങൾ ഗവർണറുമായി പങ്കുവയ്ക്കുന്നത് നല്ല മര്യാദയാണെന്നും ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പി സദാശിവം പറയുന്നു. പി സദാശിവത്തിന്റെ അഭിപ്രായത്തിലൂടെ കാര്യങ്ങളിൽ വ്യക്തത വന്നുവെന്ന് മന്ത്രി എ കെ ബാലനും പ്രതികരിച്ചു. ഗവർണറുമായി സർക്കാരിന് തർക്കമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം അദ്ദേഹത്തിൻ്റെ സമ്മതം, ആദ്യം പറഞ്ഞ സമ്മതം വേണമെന്നാണ്, ഇപ്പോൾ സമ്മതം പോയി അറിയിച്ചാൽ മതി എന്നുള്ളത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആദ്യം സമ്മതം വേണമെന്നായിരുന്നു, ഇപ്പം അറിയിച്ചാൽ മതി. അതിനിപ്പോൾ ഇന്നത്തെ ഹിന്ദുവിൽ നിങ്ങൾ നമ്മുടെ ഗവർണർ ജസ്റ്റിസ് സദാശിവം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം ഭരണഘടനാ വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞത് നിർബന്ധമില്ല. അറിയിക്കുക എന്നുള്ളത് ഒരു സാധാരണ നിലയിലുള്ള ഒരു വാചകമെന്ന് പറയുന്നത് കേഴ്സി അപ്രൈസ് ഹിന്ദുവിലുള്ള ഒരു കേഴ്സി അപ്രൈസാണ്. അത് മാൻഡേറ്ററി അല്ല. പറയട്ടെ കേഴ്സി അപ്രൈസിൽ മാത്രമാണ്. ഗവർണറുടെ സമ്മതം വേണമെന്നില്ല. മാത്രമല്ല, ഇനി ഒരു ചട്ടത്തിലുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ചട്ടത്തിൻ്റെ ആ രൂപത്തിലില്ല. ചട്ടത്തിലുണ്ടെങ്കിൽ തന്നെ ചട്ടത്തിൻ്റെ മുകളിലാണ് പാരന്റ് ആക്ട്, ഭരണഘടന. അതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ MP രംഗത്ത് വന്നു. അരമൂക്കുമായി നാടുവിടേണ്ടി വന്ന സർ CP-യുടെ ചരിത്രം ഗവർണർ ഓർക്കുന്നത് നല്ലതായിരുന്നെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ സർ CP-യുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുന്നതല്ല. കാരണം സർ CP എന്നൊരു ദിവാനുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ. അദ്ദേഹം ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു. ചുറ്റും പട്ടാളത്തിന് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റവും വിശ്വാസം സർ CP-നെയായിരുന്നു. രാജകുടുംബത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. എന്ത് വൃത്തികേടും ചെയ്തിരുന്നു. അരമൂക്കുമായി സർ CP നാട് വിട്ട് ഓടിയതാണ് തിരുവിതാംകൂറിന്റെ ചരിത്രം. അത് ആരിഫ് മുഹമ്മദ് ഖാനും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ബി ദിലീപ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. ദിലീപ്, ഇന്നിപ്പോ ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നിലപാട് സംസ്ഥാന സർക്കാർ ഒരു ആയുധമാക്കിയിട്ടുണ്ട്. അത് ഒരു അനുഗ്രഹമായി എന്ന മട്ടിൽ തന്നെയാണ് ഇന്നിപ്പോൾ മന്ത്രി എ കെ ബാലന്റെ പ്രതികരണവും വന്നത്. എന്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? എങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകാനാണ്? ഹർഷൻ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകട്ടെ, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. നേരത്തെ തന്നെ മന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മിതമായ തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരുന്നത്. മന്ത്രി എ കെ ബാലൻ ഇപ്പോഴും ആ നിലപാട് ആവർത്തിക്കുകയാണ്. ഗവർണർക്ക് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും കേരളത്തിൽ മുൻ ഗവർണറുമായിരുന്ന ജസ്റ്റിസ് പി സദാശിവം തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് ഗവർണറെ ഇക്കാര്യം അറിയിക്കണം എന്ന് നിർബന്ധമില്ല. സാമാന്യ മര്യാദയുടെ പേരിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഗവർണറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാം. നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറിയുമാണ് അത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടത്. അത് ആ നിലയിൽ ഒരു ഔപചാരികത എന്ന നിലയിൽ അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഭരണഘടനാപരമായി ഇത്തരം നിർബന്ധമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഗവർണറിൽ നിന്ന് അനുമതി തേടണം എന്ന നിർബന്ധമില്ല, വ്യവസ്ഥയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും കേരളത്തിന്റെ മുൻ ഗവർണറുമായിരുന്ന ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞിരിക്കുന്നത്. സമാന നിലയിൽ തന്നെ ചില നിയമജ്ഞരും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. കെ പരാശരനെ പോലുള്ള പ്രഗത്ഭരായ നിയമജ്ഞരും ഈ നിലയിലുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിൽ നിയമപരമായ പരിരക്ഷകൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായ സംരക്ഷണം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ നിയമജ്ഞരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം രൂക്ഷമായ വിമർശനവുമായി ഇന്നും പ്രതിപക്ഷ നേതാക്കൾ രംഗത്തുണ്ടായിരുന്നു. കെ മുരളീധരനൊക്കെ ശക്തമായ ഭാഷയിലാണ് ഈ ഗവർണർക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ്. ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. വിജയൻ, ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം പ്രതികരിച്ചതിൽ നിന്ന് കുറെ കൂടി കടുപ്പിച്ച് ഇന്നിപ്പോൾ എ കെ ബാലന്റെ പ്രതികരണം ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് സർക്കാരിനെ പിരിച്ചുവിടുന്നെങ്കിൽ പിരിച്ചുവിടട്ടെ, എന്തായാലും ഈ പ്രതിഷേധത്തിലും പോരാട്ടത്തിലും തന്നെയാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. തന്നെയല്ല ഇപ്പോൾ ദിലീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ സംസ്ഥാന സർക്കാരിന് ഭരണഘടനാപരമായ ഒരു പരിരക്ഷ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന്
മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയാണല്ലോ ഗവർണർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ അതൊരു ലീഗൽ അഡ്വൈസിന്റെ സ്വഭാവത്തിൽ ഗവൺമെന്റിന് ഗുണം ചെയ്യുന്നുമുണ്ട്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ജനപ്രതിനിധികളുടെ അയോഗ്യതയിൽ തീരുമാനമെടുക്കാൻ സ്വതന്ത്ര സംവിധാനം ആലോചിക്കണമെന്ന് സുപ്രീം കോടതി. രാഷ്ട്രീയ പാർട്ടികളുടെ അംഗം കൂടിയായ സ്പീക്കർ അയോഗ്യതയിൽ തീരുമാനമെടുക്കുന്നത് പുനരാലോചിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അയോഗ്യതാ പരാതികളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കുന്നതാണ് അഭികാമ്യമെന്നും ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അയോഗ്യതയ്ക്കെതിരെ മണിപ്പൂർ MLA ആയിരുന്ന ടി ശ്യാംകുമാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സുപ്രധാന നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. സ്പീക്കർ അയോഗ്യതയിൽ തീരുമാനമെടുക്കുന്നത് പുനരാലോചിക്കണമെന്ന നിർദ്ദേശം ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് മുന്നോട്ട് വച്ചു. സ്വതന്ത്ര സ്വഭാവമുള്ള സ്ഥിരം സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പാർലമെന്റ് ആലോചിക്കണം, ആവശ്യമായ പഠനം നടത്തണം. രാഷ്ട്രീയ പാർട്ടി അംഗം കൂടിയായ സ്പീക്കർ ഒറ്റയ്ക്ക് അയോഗ്യതയിൽ തീരുമാനമെടുക്കുകയാണോ വേണ്ടതെന്ന് കോടതി ആരാഞ്ഞു. കർണാടകയിലടക്കം സ്പീക്കർക്കെതിരെ ആരോപണമുയർന്നതും കണക്കിലെടുത്തു. അയോഗ്യതയിൽ തീരുമാനമെടുക്കുന്നത് അനന്തമായി നീട്ടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. മണിപ്പൂർ MLA ആയിരുന്ന ടി ശ്യാംകുമാറിന്റെ പരാതിയിൽ 4 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ മണിപ്പൂർ സ്പീക്കർക്കും നിർദ്ദേശം നൽകി. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. പന്തീരാങ്കാവ് UAPA കേസിൽ അലൻ ഷുഹൈബിനെയും താഹയെയും NIA കസ്റ്റഡിയിൽ വിട്ടു. കൊച്ചി NIA കോടതിയുടേതാണ് ഉത്തരവ്. ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ടോം കുര്യാക്കോസ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോം, ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്, എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, പന്തീരാങ്കാവിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത അലനെയും താഹയെയും കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള NIAയുടെ അപേക്ഷയിലാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക NIA കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് നാളെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാത്രമേ എത്ര ദിവസത്തേക്ക് അവരെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് കോടതി വ്യക്തമാക്കുകയുള്ളൂ. നിലവിൽ NIA ആവശ്യപ്പെട്ടിരിക്കുന്നത് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ്. കാരണം ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കി അവരെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ വിലയിരുത്തലുകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്, ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ അവരെ നടത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതിഭാഗം പറഞ്ഞ കാര്യം കൂടുതൽ തെളിവുകൾ പ്രതികൾക്കെതിരെ ഇല്ല, അതിനാൽ കസ്റ്റഡിയിൽ വിട്ടു നൽകേണ്ടതില്ല എന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഈ വാദം തള്ളിക്കൊണ്ടാണ് കൊച്ചിയിലെ NIA പ്രത്യേക കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എത്ര ദിവസത്തേക്ക് വിട്ടു നൽകണം, കസ്റ്റഡിയിൽ നൽകണം? ഒരുപക്ഷെ NIAയുടെ ആവശ്യപ്രകാരം 7 ദിവസത്തേക്ക് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിനുള്ള 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകരുത് എന്ന് പ്രതിഭാഗം ശക്തമായി തന്നെ വാദിക്കും. എന്തായാലും ഈ കേസിൽ NIA ഈ കേസ് ഏറ്റെടുത്ത ശേഷം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതികൾ ശക്തമായി തന്നെ ഇതിനെ സർക്കാരിനെതിരെയും CPM-നെതിരെയും രംഗത്ത് വന്നിരുന്നു. തങ്ങൾ CPM പ്രവർത്തകരാണ്, CPM-ന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും വോട്ട് പിടിക്കുകയും ചെയ്തവരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. തങ്ങൾ മാവോയിസ്റ്റ് പ്രവർത്തകരല്ല, CPM പ്രവർത്തകരാണെന്ന വാദമാണ് പ്രതികൾ ഉന്നയിച്ചത്. മാധ്യമങ്ങളോട് ഉൾപ്പെടെ ശക്തമായ രീതിയിൽ തന്നെ അവർ പ്രതികരിച്ചിരുന്നു, CPM-നെതിരെ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യം തങ്ങൾ മാവോയിസ്റ്റുകളാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഈ കേസിൽ NIA കേസ് ഏറ്റെടുത്ത ശേഷം കസ്റ്റഡിയിൽ പ്രതികളെ NIA കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നു. എന്തായാലും ഇനി ഇവരുടെ മാവോയിസ്റ്റ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത NIAക്ക് ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഇപ്പോൾ കസ്റ്റഡിയിൽ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ കോടതി ഉത്തരവായിരിക്കുകയാണ്. ഹർഷൻ, ടോമാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ ഈ വാർത്തയുടെ തുടർച്ചയാണ് നമ്മുടെ അടുത്ത വാർത്തയും. അതുപോലെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് ഈ വിഷയത്തെ പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ഇരുവരും CPIM-ന്റെ പ്രവർത്തകരാണ്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. UAPA ചുമത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതെല്ലാം ഒരു തരത്തിൽ ഒരു അനുകൂല രാഷ്ട്രീയ സ്ഥിതി പ്രതിപക്ഷത്തിന് സൃഷ്ടിച്ചിട്ടുമുണ്ട്. അവിടെ ഇടപെടാൻ അത് കൃത്യമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇവരുടെ വീടുകളിൽ സന്ദർശനം നടത്തി. പന്തീരാങ്കാവ് UAPA കേസിൽ പ്രതികളായ അലന്റെയും താഹയുടെയും വീട്ടിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി. അലനും താഹയും മാവോയിസ്റ്റുകളാണ് എന്നതിന് തെളിവ് മുഖ്യമന്ത്രി നൽകണമെന്ന് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. CPM-ൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലെന്ന് അലന്റെ അമ്മ സബിത മഠത്തിൽ പറഞ്ഞു.
രാവിലെ 8 മണിയോടെ അലന്റെ വീട്ടിലെത്തിയ രമേശ് ചെന്നിത്തല ബന്ധുക്കളെ കണ്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നീട് താഹയുടെ വീട്ടിലും സന്ദർശനം നടത്തി. അതിനുശേഷമാണ് ബന്ധു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയുന്നത് മാവോയിസ്റ്റുകൾക്ക് മുസ്ലിം തീവ്രവാദികളായിട്ട് UAPA ചുമത്തുന്ന എല്ലാ കേസുകളും NIA ഏറ്റെടുക്കാറില്ല. എന്നാൽ ഈ കേസ് NIA ഏറ്റെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മൂലമാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. NIA ഏറ്റെടുത്ത എല്ലാ കേസുകളും വേണ്ട 90% കേസുകളും കൺവിക്ട് ചെയ്തിട്ടുള്ള ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റാണ്. ഇതിനെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. പിന്നെ അമിത്ഷായും പിണറായി വിജയനും തമ്മിൽ എന്താ വ്യത്യാസം? പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും അതിന് രാഷ്ട്രീയ മാനങ്ങളില്ലെന്നും അലന്റെ സഹോദരൻ പറഞ്ഞു. അദ്ദേഹം സന്ദർശനം നടത്തിയ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നു പറഞ്ഞു. ഒരു പറഞ്ഞല്ലോ, അത് രാഷ്ട്രീയപരമായിട്ടെല്ലാ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. അതേസമയം CPM-നെയും P. ജയരാജനെയും താഹയുടെ അമ്മ സബിത മഠത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇരട്ടത്താപ്പുണ്ട് സ്ഥിരമായിട്ടും. അത് കുറേ കാലങ്ങളായിട്ട് CPM-നോട് വളരെ അടുത്തറിയുന്ന എനിക്കറിയാം. ഇതിപ്പം ഞാൻ അന്നും പറഞ്ഞു, UDF ആണ് ഭരിക്കണമെങ്കിൽ CPM അലൻ താഹി ഇപ്പം ഇവിടുത്തെ നേതാക്കളായിരിക്കും. അപ്പം അത് ആ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കണം. പൗരത്വ വിഷയം വലിയ ചർച്ചയാകുന്ന ഈ വേളയിൽ രമേശ് ചെന്നിത്തലയുടെ പുതിയ ഇടപെടൽ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. 24 കോഴിക്കോട്. പെരുമ്പാവൂർ ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ സംഘർഷം. വിധി നടപ്പാക്കാനായി പള്ളിയിലെത്തിയ പോലീസിനെ യാക്കോബായ വിശ്വാസികൾ തടഞ്ഞതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് ബലപ്രയോഗത്തിന് മുതിർന്നതോടെ വിശ്വാസികൾ പ്രതിരോധിച്ചു. ഏറെ നേരത്തെ സംഘർഷത്തിന് ശേഷമാണ് സ്ഥിതി ശാന്തമായത്. സ്ഥലത്ത് പോലീസ് തമ്പടിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഭരണ നിയന്ത്രണം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് യാക്കോബായ സഭാമെത്രാൻ മാത്യൂസ് മോർ അന്തിമോസ് 24 പറഞ്ഞു. ഭൂരിപക്ഷമാണ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികളെന്നും അവരുടെ അവകാശം കൂടിയാണ് ഈ പള്ളികളെന്നും അതുകൊണ്ട് ഇതിനെ കുറച്ചും കൂടി മാനുഷികമായ കണ്ണോടെ കാണണമെന്നുള്ള സന്ദേശമല്ലേ സുപ്രീം കോടതി ഇപ്പം നൽകിയത്. അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറയാമല്ലോ അതെ ഇല്ല തീർന്നു. പള്ളികൾ അത് വിശ്വാസികളുടെ ആണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ യാക്കോബായ വിശ്വാസികളെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് അവരെ വിശ്വാസത്തിലെടുക്കാതെ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? അവരുടെ അടുത്ത് ചോദിക്കാമല്ലോ, അവരെ ഈ ഏത് വിശ്വാസത്തിലാണ് ഈ പള്ളി നടന്നു പോകുന്നത്? വാർത്തയുടെ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഇപ്പോൾ സംഘർഷാവസ്ഥ അവിടെ അവസാനിച്ചു എന്ന് പറയാറായോ? ഇപ്പോഴും വിശ്വാസികൾ അവിടെ തമ്പടിച്ചിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഹർഷൻ, ഓടക്കാലി പള്ളിയിൽ രാവിലെയോടുകൂടിയാണ് വിധി നടത്തിപ്പിന് വേണ്ടി പോലീസ് എത്തിയത്. ആ ഘട്ടത്തിൽ ഗേറ്റ് അടച്ച് പള്ളിക്കുള്ളിൽ തമ്പടിച്ചിരുന്ന യാക്കോബായ വിശ്വാസികൾ ശക്തം പ്രതിരോധിച്ചു. ഇതിനെ തുടർന്ന് യാക്കോബായ വിശ്വാസികളുടെ ഈ പ്രതിരോധം ശക്തമായതിനെ തുടർന്ന് അകത്ത് പ്രവേശിക്കാൻ പല വഴികൾ പോലീസ് തേടി. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗേറ്റ് കട്ടർ ഉപയോഗിച്ച് തകർത്തതിന് ശേഷം പോലീസ് അകത്ത് കടക്കുകയും ബലപ്രയോഗത്തിലോടുകൂടി ഇവിടെ നൂറുകണക്കിന് വിശ്വാസികൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തമ്പടിച്ചിരുന്നു. അവരെ നീക്കാനുള്ള ശ്രമം നടത്തി. അതൊരു ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തുന്ന സാഹചര്യം അതിനെ തുടർന്ന് രൂപപ്പെട്ടു. പിന്നീട് പോലീസ് ആദ്യം ഈ പ്രയോഗമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് പോലീസ് ഇവരുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി പിൻവാങ്ങുകയും ഈ വിധി നടത്തിപ്പിന് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നാളെ ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന് ജില്ലാ കോടതി ഉത്തരവിട്ടിരുന്നു. നാളെ ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ പോലീസിന് സമർപ്പിക്കേണ്ടിയും വരും. ഇതിനെ തുടർന്ന് ഈ ചർച്ച നടത്തിയിരുന്നെങ്കിലും അത് ഫലം കണ്ടില്ല. പോലീസ് പിന്നീട് താൽക്കാലികമായി ഈ ബലപ്രയോഗം നിർത്തിവെച്ചു. പക്ഷേ പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. ഇവിടെ തന്നെ പോലീസ് സംഘം തമ്പടിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ DYSP KS ബിജുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട്. SP-യുമായും ജില്ലാ കളക്ടറുമായി ആശയവിനിമയം ഇതിനകം തന്നെ പോലീസ് നടത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് 2 മണിയോടുകൂടിയും പള്ളി ഏറ്റെടുക്കാൻ വീണ്ടും ശ്രമം നടത്തും എന്ന് തന്നെയാണ്. അതായത് ഇന്ന് തന്നെ ഈ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കോടതിയിൽ കൈമാറി. വിജയൻ, ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നേപ്പാളിലെ ദമാനിൽ ഒരു ഹോട്ടൽ മുറിയിൽ 8 മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഹോട്ടൽ മുറിയിൽ തണുപ്പകറ്റാൻ ഹീറ്റർ ഉപയോഗിച്ചതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. MP പ്രദീപ് കുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. പ്രദീപ്, വെന്റിലേഷൻ ഇല്ലാത്ത മുറിയിൽ ഈ വലിയ തണുപ്പുള്ള സാഹചര്യത്തിൽ ഹീറ്റർ ഉപയോഗിച്ചാൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത്. അങ്ങനെ തന്നെയാണോ ഇത് വിലയിരുത്തുന്നത്? ആരെല്ലാമാണ് ഈ അപകടത്തിൽപ്പെട്ടത്? എന്താണ് വിശദാംശങ്ങൾ? നമുക്ക് വേഗം പോയി ഭക്ഷണം കഴിച്ചു. പ്രദീപ്, കേൾക്കാമോ?
വിജയൻ, എന്തായാലും ഗുരുതരമായ ഒരു സാഹചര്യമാണല്ലേ ഇത്. ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. ഈ പറഞ്ഞ പോലെ വെന്റിലേഷൻ പൂർണ്ണമായി ഇല്ലാത്ത മുറികളിൽ വലിയ തണുപ്പത്ത് ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ ഇതുപോലെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അപകടമാണ്. അത് തന്നെയാണ് എന്ന് തോന്നുന്നു. പക്ഷേ ആരെല്ലാമാണ്, എവിടെ നിന്നാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ പ്രദീപ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഇവർ എവിടെ നിന്നുള്ളവരാണ്, ആരെല്ലാമാണ് ഈ അപകടത്തിൽപ്പെട്ടത്, എന്താണ് സംഭവിച്ചത്? പക്ഷേ ഇപ്പോൾ വലിയൊരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ദേശീയ വാർത്താ ഏജൻസിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നേപ്പാളിലെ ദമാൻ എന്ന സ്ഥലത്തെ ഒരു ഹോട്ടൽ മുറിയിൽ 8 മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിനുവേണ്ടി അവർ ഒരു കൃത്യമായ ഒരു ഔദ്യോഗിക ഒരു സ്ഥിരീകരണം കൂടി നടത്തുന്നുണ്ട്. അതായത് SP സുശീൽ സിംഗ് റാത്തോഡ്, അദ്ദേഹം മക്വാൻപൂർ ഡിസ്ട്രിക്ട് പോലീസ് ചീഫാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കും കൂടി അത് പറയുന്നുണ്ട്. അതായത് ഈ മരിച്ചവരുടെ പേരുകൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇവർ ആരാണ് എന്നത് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. റൂമിലെ, അതായത് ഇവർ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെ ഗ്യാസ് ഹീറ്റർ അത് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ഒരു ശ്വാസതടസ്സം മൂലമായിരിക്കണം ഇവർ മരിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇവരുടെ മറ്റ് വിശദാംശങ്ങൾ, അതായത് ഇവരുടെ പേരുകൾ, ഇവർ എവിടെയുള്ളവരാണ്, ഏത് സ്വദേശികളാണ് എന്ന് തുടങ്ങിയ പ്രാഥമികമായ വിവരങ്ങൾ ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ വാർത്താ ഏജൻസിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹർഷൻ, പ്രദീപ്, ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമോ കേന്ദ്ര സർക്കാരിന്റെ മറ്റേതെങ്കിലും മന്ത്രാലയങ്ങളോ വല്ലതും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം അക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടിയിരിക്കുന്നത്? അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് സൂചനകളുണ്ടോ? വിജയകുമാർ, സ്വാഭാവികമായും ഇനി വിദേശകാര്യ മന്ത്രാലയം അടക്കമുള്ളവരുടെ വിശദീകരണം, അവരുടെ ഔദ്യോഗിക സ്ഥിരീകരണം എല്ലാം തന്നെ പുറത്തു വരേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് 24ഉം. സ്വാഭാവികമായും ഈ നേപ്പാൾ ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കേണ്ടതാണ്. കാരണം അവിടെ നടന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ചും ഇതൊരു റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വിനോദസഞ്ചാരത്തിന് എത്തിയവരാണ് ഇവർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 8 പേരാണ്, അതായത് 8 മലയാളികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. എന്തായാലും പ്രദീപ്, ഇവർ മലയാളികളാണ് എന്ന് ആരാണ് സ്ഥിരീകരിക്കുന്നത്? ഇന്ത്യക്കാരാണ് എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. മലയാളികളാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഹർഷൻ, മഖ്വൻപൂർ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസിലെ SP സുശീൽ സിംഗ് റാത്തോർ പറയുന്ന അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള 8 വിനോദസഞ്ചാരികളെ ദമാനിലെ ഹോട്ടൽ റിസോർട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവരുടെ പേരുകളും ഇവർ എവിടെ നിന്നുള്ളതാണ് എന്ന് തുടങ്ങിയ വിവരങ്ങളും അത് കൃത്യമായിട്ടില്ല. അത് അന്വേഷണത്തിൽ ഇനി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. എന്നാൽ അത് ഇപ്പോൾ പ്രാഥമികമായി അത്തരം വിശദാംശങ്ങളൊന്നും തന്നെ തങ്ങളുടെ പക്കലില്ല എന്നും പോലീസ് പറയുന്നു. ഈ മരണത്തിന് പിന്നിലുള്ള ഒരു പ്രാഥമിക കണ്ടെത്തലും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹോട്ടൽ മുറിയിലെ ഗ്യാസ് ഹീറ്റർ ഉപയോഗിച്ചതിന്റെ ഫലമായി ശ്വാസം മുട്ടിയാകാം ഇവരുടെ മരണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഹർഷൻ, അത് തന്നെയാണ് വിജയൻ. അതിനപ്പുറത്തുള്ള വിവരങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും മലയാളികളാണ് എന്നത് ഈ അവരുടെ വാർത്താക്കുറിപ്പിലുണ്ട്. 8 മലയാളികൾ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. SP സുശീൽ സിംഗ് റാത്തോഡാണ് ജില്ലാ പോലീസ് മേധാവി. അദ്ദേഹം ഇതേക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇവർ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവർ ഗ്യാസ് ഹീറ്ററാണ് മുറിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ശ്വാസം മുട്ടിയായിരിക്കാം അവർ ഈ മുറിയിൽ മരിച്ചത് എന്നതാണ്. കനത്ത തണുപ്പാണ് അവിടെ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വലിയ മഞ്ഞുവീഴ്ചയും അതിൽ ഈ ടൂറിസ്റ്റുകളെ കാണാതായതുമൊക്കെ വാർത്തയാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ട തെരച്ചിലുകളുമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ 8 മലയാളി വിനോദസഞ്ചാരികൾ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായുള്ള വാർത്ത വരുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ പുറത്തു വരും. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അവരുടെ വിശദാംശങ്ങൾ എവിടെ നിന്നുള്ളവരാണ്, ഈ അപകടത്തിൽപ്പെട്ടത് തുടങ്ങിയ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ പുറത്തു വന്നേക്കാം. കാരണം ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഇവരെ നാട്ടിലേക്ക് എത്തിക്കേണ്ടുന്ന അടുത്ത നടപടികളിലൊക്കെ കേന്ദ്ര സർക്കാർ കൂടി പങ്കാളികളാകേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദാംശങ്ങൾ വൈകാതെ പുറത്തു വരും. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. സിറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഫെബ്രുവരി ആദ്യവാരം കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. കേസിൽ 2 വൈദികരടക്കം 3 പ്രതികളുണ്ടെന്നാണ് സൂചന. 2ാം പ്രതിയായിരുന്ന മാർ ജേക്കബ് മനത്തോടത്തിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കും.
വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, കേൾക്കാമല്ലോ അല്ലേ? എന്താണ് കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ? ആരൊക്കെയാണ് പ്രതിപട്ടികയിൽ ഉണ്ടാവുക? ഈ ബിഷപ്പിനെ ഒഴിവാക്കാനിടയായ സാഹചര്യം എന്താണ്? വിജയകുമാർ, ഹർഷൻ, അതായത് 3 പ്രതികളാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ടാവുക എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ആദിത്യ ആയിരിക്കും, ചെന്നൈ IIT വിദ്യാർത്ഥിയായിരുന്ന ആദിത്യ തന്നെയാണ് കേസിലെ 1-ാം പ്രതിയായിട്ടുണ്ടാകുക. ഒപ്പം തന്നെ ഫാദർ പോൾ തേലക്കാട് 2-ാം പ്രതിയായിരിക്കും. കൂടാതെ ടോണി കല്ലൂക്കാരൻ, അദ്ദേഹം 3-ാം പ്രതിയായിരിക്കും. 2 വൈദികരടക്കം 3 പ്രതികളാണ് കേസിലുണ്ടാവുക. ഒപ്പം തന്നെ മാർ ജോസഫ് മനത്തേടത്തിനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും എടുത്തു പറയേണ്ടതാണ്. വ്യാജരേഖ ചമച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം 5 പ്രതികളായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ 3 പ്രതികൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 471-ാം വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നതെന്നും അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ചതിനാണ് ഇവർക്കെതിരെ അന്വേഷണം വന്നതും 2019 ജനുവരിയിൽ നടന്ന സിനഡിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വ്യാജരേഖ സിനഡിൽ അന്ന് മാർ ജോസഫ് മനത്തേടത്ത് സമർപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ രേഖ തെറ്റാണെന്ന് സിനഡ് കണ്ടെത്തുകയും അത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈദികരടക്കം പ്രതികേർത്തുകൊണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ കേസിന്റെ അന്വേഷണം മന്ദീഭവിക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അടുത്ത ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. വിജയകുമാർ, ഹർഷൻ. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നെടുങ്കണ്ടത്ത് രാജ്കുമാറിന്റെ കസ്റ്റഡി മരണക്കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ഉടൻ പൂർത്തിയാവും. പ്രതികൾക്കെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് 24-നോട് പറഞ്ഞു. പകുതിയിലധികം സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞതായും ശക്തമായ മൊഴികളാണ് സാക്ഷികൾ നൽകിയിരിക്കുന്നതെന്നും ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കി. നെടുങ്കണ്ടത്ത് രാജ്കുമാർ എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അതിവേഗത്തിൽ തീർക്കാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് 24-നോട് പറഞ്ഞു. പ്രതികൾക്കെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6 മാസത്തിനുള്ളിൽ എങ്ങനെയും തീർക്കാം, ആകുന്നതും വേഗം. നമ്മൾ 6 മാസം വരെ കാത്തു നിൽക്കുന്നില്ല, അതിന് ആകുന്നതും വേഗം തീർക്കാനുണ്ട്. കിട്ടിയ തെളിവുകളൊക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാം ഉണ്ട്. പകുതിയിലധികം സാക്ഷികളെയും വിസ്തരിച്ചു കഴിഞ്ഞു. ശക്തമായ മൊഴികളാണ് സാക്ഷികൾ നൽകിയിരിക്കുന്നത്. എല്ലാവരുടെയും സ്ട്രോങ് ആയിട്ടുള്ള മൊഴികളാണ്, എല്ലാവരുടെയും സ്ട്രോങ്. 2019 ജൂൺ 21-നാണ് രാജ്കുമാർ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത്. ക്യാമറമാൻ ഹരീഷിനോടൊപ്പം സഹിൻ ആന്റണി, 24 കൊച്ചി. KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നെയും നീളുകയാണ്. ഏറ്റവും ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടുത്ത നിലപാട് സ്വീകരിച്ച് ഈ ഒരാൾക്കൊരു പദവി എന്ന നിലപാട് സ്വീകരിച്ച് നിൽക്കുകയായിരുന്നു. ആ കാര്യത്തിലും പക്ഷേ ഇപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. വിജയൻ, KPCC പുനഃസംഘടന സംബന്ധിച്ച അന്തിമ ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. തർക്കം തീരാത്ത സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന്റെ നടപടി. ജംബോ പട്ടിക ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതായാണ് സൂചന. 100ഓളം ഭാരവാഹികൾ ലിസ്റ്റിലുണ്ടാകും. അതായത് പതിവ് പോലെ കാര്യങ്ങൾ കോൺഗ്രസിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എല്ലാ KPCC പ്രസിഡന്റുമാരും ആദ്യം തന്നെ പറയാറുണ്ട് ഈ ജംബോ കമ്മിറ്റി ഉണ്ടാവില്ല എന്ന്. പക്ഷേ അവസാനം അതായിരിക്കും അതുവരെയുള്ള ഏറ്റവും വലിയ കമ്മിറ്റി അപ്പോഴായിരിക്കും. അതെ, ഇപ്പോ വൈശാഖാണ് വിവരങ്ങൾ നൽകാൻ. വൈശാഖ്, ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും വീണ്ടും ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്താണ് ഇവരെ വീണ്ടും ഒരിക്കൽ കൂടി എന്തിന് ഹൈക്കമാൻഡ് കാണുന്നു? ഈ ലിസ്റ്റ് ഇന്നോ നാളെയോ പുറത്തു വരുമോ? തീർച്ചയായിട്ടും ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കാത്ത പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് അടിയന്തരമായി ഇപ്പോൾ തന്നെ ഇവരെ രണ്ടുപേരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അവരോട് നാളെ തന്നെ ഡൽഹിയിലേക്ക് എത്താൻ തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഡൽഹിയിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ പൗരത്വ നിയമ ഭേദഗതി ഹർജിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഹാജരാകേണ്ടതുണ്ട്.
പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഹാജരായതിനു ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പോ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് രാത്രിയോടെ അദ്ദേഹം എത്താനുള്ള സാധ്യതയാണുള്ളത്. നാളെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. അന്തിമമായി ഒരു പട്ടിക ഇതുവരെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോഴുള്ള പട്ടികയിൽ ഏകദേശം 150-ലധികം ആളുകളുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട് എന്ന് പറയുന്നത് 75-ലേക്ക് ആ പട്ടിക ചുരുക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ AI ഗ്രൂപ്പുകൾ ഇതിന് ഇതുവരെ വഴങ്ങിയിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡിന്റെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നാളെ വിദേശ സന്ദർശനത്തിനായി സോണിയാഗാന്ധി പോകുകയാണ്. അതിനു മുമ്പേ തന്നെ ഒരു പട്ടിക പുറത്തുവിടാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. പക്ഷെങ്കിൽ ഈ അന്തിമ ധാരണ നേതാക്കൾക്കിടയിൽ ഒരു അന്തിമ ധാരണ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ നമ്മൾ വിചാരിച്ചിരുന്ന പല നേതാക്കളും സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തി എന്നാണ്. പക്ഷെങ്കിൽ നമ്പറിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ചില ആശയക്കുഴപ്പങ്ങളും ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിച്ചുകൊണ്ട് അതിനാണ് നേതാക്കളെ ഇപ്പോൾ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അത് പരിഹരിക്കുന്ന പക്ഷം നാളെ രാത്രിയോടുകൂടി പട്ടിക പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. 6 വർക്കിംഗ് പ്രസിഡന്റുമാർ ഉണ്ടാകുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം മുസ്ലിം പ്രാതിനിധ്യം കൂടി ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. മുൻ MLA മുഹമ്മദിനെ കൂടി ഈ ഇതിന് പരിഗണിക്കുന്നുണ്ട്. അതായത് മുസ്ലിം പ്രാതിനിധ്യം ഈ പട്ടികയിൽ ഉറപ്പുവരുത്താനുള്ള നടപടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആ നിർദ്ദേശം തന്നെയാണ് പല നേതാക്കളും നേരത്തെ അംഗീകരിക്കുകയും ചെയ്തത്. MI ഷാനവാസിന്റെ ഒഴിവ് ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം മരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ KPCCയിൽ മതിയായ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്കില്ല എന്നുള്ള ആക്ഷേപമൊക്കെയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റായി ഒരു മുസ്ലിം പ്രാതിനിധ്യത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പട്ടിക ഉടൻ തന്നെ എന്ന നിലപാട് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനുള്ളത്. കാരണം അദ്ദേഹത്തിന് പലപ്പോഴും മാധ്യമപ്രവർത്തകരടക്കം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉടൻ തന്നെ പട്ടിക പ്രതീക്ഷിക്കാം, പക്ഷെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കുന്ന മുറക്ക് തന്നെ പട്ടിക പുറത്തുവിടുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷെങ്കിൽ ഈ തമ്മിലുള്ള അദ്ദേഹത്തിന് പല മുന്നോട്ട് വെച്ച പല തീരുമാനങ്ങളും ഗ്രൂപ്പുകൾ വഴങ്ങിയും ചെയ്തിട്ടില്ല. അദ്ദേഹം ആദ്യം മുന്നോട്ട് വെച്ചത് ഒരാൾക്ക് ഒരു പദവി എന്നാണ്, ജനപ്രതിനിധികൾ വേണ്ട എന്ന നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെങ്കിൽ അതിനൊന്നും തന്നെ AI ഗ്രൂപ്പുകൾ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല. അവർ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പദവി ഇതിലൊരു പ്രശ്നം നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നതായി വാർത്ത വന്നത് ഈ അദ്ദേഹത്തിന്റെ നിലപാട് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നില്ല എന്നുവരെ അദ്ദേഹം പറഞ്ഞു നോക്കി വാർത്തകളുണ്ടായിരുന്നു. അതെ അതെ. പക്ഷേ ഈ AI ഗ്രൂപ്പുകളുടെ ഈ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറ്റ് വാർത്തകളിലേക്ക് പോകാം. BDJS-ൽ നിന്ന് പുറത്താക്കപ്പെട്ട സുഭാഷ് വാസു സമാന്തര നീക്കം സജീവമാക്കി. തുഷാർ വിരുദ്ധരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ സുഭാഷ് വാസു തുടങ്ങി. അതിനിടെ സുഭാഷ് വാസു വിഭാഗം പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആളെ നിർദ്ദേശിച്ചിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളി വിഭാഗം. ഏതായാലും BDJS ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലും ലഭ്യമാകുന്ന സൂചനകൾ. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ശ്രീകാന്ത്, എന്താണ് BDJS-ൽ ഇപ്പോൾ സംഭവിക്കുന്നത്? സുഭാഷ് വാസുവിനൊപ്പം ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമൊക്കെ പാർട്ടി വിടും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? വിജയൻ, സുഭാഷ് വാസു BDJS-നെ പിളർപ്പിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 27-ാം തീയതി കായംകുളത്ത് സുഭാഷ് വാസുവിനെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം ചേരുന്നുണ്ട്. BDJS-ന്റെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നു എന്നുള്ളതാണ് സുഭാഷ് വാസു അവകാശപ്പെടുന്നത്. താൻ തന്നെയാണ് ഇപ്പോഴും BDJS-ന്റെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതിനാൽ തന്നെ BDJS-ന്റെ സംസ്ഥാന കമ്മിറ്റി താൻ 27-ന് കായംകുളത്ത് വിളിച്ചു ചേർക്കും. തന്നോടൊപ്പം BDJS-ന്റെ എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കും എന്നാണ് സുഭാഷ് വാസു അവകാശപ്പെടുന്നത്. പക്ഷേ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിന് സുഭാഷ് വാസുവിന് വേണ്ടത്ര പിന്തുണ ഇതിൽ നിന്ന് ലഭിക്കില്ല, BDJS-ൽ നിന്നും ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലും നീക്കങ്ങൾ സജീവമായിട്ടുണ്ട്. സുഭാഷ് വാസുവിനെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ 2 പേരെ ജനറൽ സെക്രട്ടറിമാരായി നിയോഗിച്ചിട്ടുണ്ട്. അത് ഒന്ന് അനിരുദ്ധൻ കാർത്തികേയൻ, 2 പച്ചയിൽ സന്ദീപ്. ഈ 2 പേരെയും ജനറൽ സെക്രട്ടറിമാരായി പുതുതായി നിയോഗിച്ചുകൊണ്ട് സുഭാഷ് വാസുവിനെ തീർത്തും പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ തുഷാർ വിഭാഗം. തങ്ങളുടെ ഭാഗത്തുനിന്നും ആരും സുഭാഷ് വാസുവിനൊപ്പം പോകാതിരിക്കാനുള്ള ശ്രമം തുഷാർ വിഭാഗവും നടത്തുന്നുണ്ട്. 27-ാം തീയതി ചേരുന്ന യോഗം നിർണായകമാണ് BDJS-നെ സംബന്ധിച്ചിടത്തോളം. തുഷാറും കരുക്കൾ അറിഞ്ഞു തന്നെയാണ് നീക്കുന്നത്. സുഭാഷ് വാസു പോരിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതും.
ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ തർക്കം മൂത്തു നിൽക്കുന്നത് കൊണ്ട് ഈ പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവരുടെ മിനിറ്റ്സും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ഈ സുഭാഷ് വാസുവിന് വേണ്ടത്ര പിന്തുണ അങ്ങനെ ഒരു വലിയ സംഘത്തെ കൂടെ നിർത്താൻ കഴിയുമെന്നും കരുതാൻ പറ്റില്ല. കാരണം ഇന്നലെ 19 സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് അവരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഈ NDAയുടെ ഒരു ഭാഗമായതുകൊണ്ട് NDAയുടെ നിലപാട് എന്താണ്, പ്രത്യേകിച്ച് BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് എന്താണ് എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ള കൗതുകം. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് BJPക്ക് കൂടുതൽ അണികളുള്ള നേതാവ് ആരാണോ അവർ കൂടെ നിൽക്കുക എന്നത് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നിലപാടുണ്ടാവുക. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ വീണ്ടും റോക്കറ്റ് ആക്രമണം. 3 റോക്കറ്റുകളാണ് എംബസിക്ക് സമീപം വന്നു പതിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ആരോപിച്ചു. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ അതീവ സുരക്ഷാ മേഖലയിൽ US എംബസി അടക്കം സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ സോണിലാണ് 3 റോക്കറ്റുകൾ പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ബാഗ്ദാദിന് സമീപമുള്ള സഫ്രാനിയ ജില്ലയിൽ നിന്ന് തൊടുത്ത 3 റോക്കറ്റുകളാണ് ഇന്ന് പുലർച്ചെ എംബസിക്ക് നേരെ വന്നു പതിച്ചത്. 3 എണ്ണത്തിൽ 2 എണ്ണം അമേരിക്കൻ എംബസിയുടെ തൊട്ടടുത്താണ് പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ ആളപായമില്ല. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ആരോപിച്ചു. ഒരാഴ്ചയ്ക്ക് മുമ്പ് സമാനമായ രീതിയിൽ 2 റോക്കറ്റ് ആക്രമണങ്ങളാണ് അമേരിക്കൻ എംബസിക്ക് നേരെ നടന്നത്. ജനുവരി 4-നും ജനുവരി 8-നുമായിരുന്നു ആക്രമണങ്ങൾ. ഇറാൻ സൈനിക ജനറൽ സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചതിന് പിന്നാലെയാണ് എംബസിക്ക് നേരെ ആക്രമണങ്ങൾ പതിവായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വിജയന, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. 8 മലയാളികൾ മരിച്ച വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങളുമായി വീണ്ടും അവരുടെ പേരുവിവരങ്ങളുണ്ട് ലഭിച്ചിട്ടുണ്ട്. പ്രദീപ് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകും എന്ന് തോന്നുന്നു. പ്രദീപ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്? മരിച്ചവർ മലയാളികളാണെന്ന് സ്ഥിരീകരിച്ചു, അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നു. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുക? വിജയകുമാർ, ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, ഇതിൽ 4 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ഇവരെ ധൂമ്രാരഹി ഹംസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ മക്കാവൻപൂർ ജില്ലയിലെ, നേപ്പാളിലെ മക്കാവൻപൂർ ജില്ലയിലെ ദമനിലെ എവറസ്റ്റ് പനോരമ റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. റൂമിലെ ഹീറ്റർ ഹീറ്റർ ഉപയോഗിച്ചതിന്റെ ഫലമായി ഇവർക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു ശൈത്യം ഈ മേഖലയിൽ ആകെ തന്നെ നിലനിന്നിരുന്നു. അതിന്റെ ഫലമായി അതിനെ തുടർന്ന് ഇവർ റൂമിലെ ഹീറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു. എന്നാൽ രാത്രി ശ്വാസതടസ്സം ഉണ്ടാവുകയും മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. പോലീസ് വലിയ തോതിൽ അവരുടെ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയും ഇത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു നടപടികളുമായി അവരും മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിജയകുമാർ, നേപ്പാളിൽ മരിച്ച മലയാളികളുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പ്രഭിൻ കുമാർ നായർ, ശരണ്യ, രഞ്ജിത്ത് കുമാർ, ഇന്ദു രഞ്ജിത്ത്, ശ്രീഭദ്ര, അഭിനവ് സൂര്യ, അഭി നായർ, വൈഷ്ണവ് രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയൻ, എനിക്ക് തോന്നുന്നത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ഒക്കെയായ ഒരു സംഘം നടത്തിയ യാത്രയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന പേരുവിവരങ്ങൾ ഇവയൊക്കെയാണ്. ചെങ്കോട്ടുകോണം സ്വദേശികളാണ് എന്നാണ് മറ്റൊരു വിവരം കൂടിയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും ഒരേ കുടുംബത്തിലുള്ള ആളുകൾ വിനോദയാത്രയ്ക്ക് പോയവരായിരിക്കാം ഈ അപകടത്തിൽ പെട്ടത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ. അതെ 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 ഒരു ഹോട്ടൽ മുറിയിൽ ഇവരെല്ലാവരും തങ്ങുകയായിരുന്നു. റിസോർട്ടിലെ മുറിയിൽ, അത് എനിക്ക് തോന്നുന്നതല്ല, ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന കൂടുതൽ ആളുകൾക്ക് തങ്ങാൻ പറ്റുന്ന ഹോട്ടൽ മുറിയായിരിക്കാം. അങ്ങനെയുള്ള ഒരു മുറിയിൽ തങ്ങുകയായിരുന്നു എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. എന്തായാലും മലയാളികളാണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർ ചെങ്കോട്ടുകോണം പ്രദേശത്തു നിന്നുള്ളവരാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അവരുടെ പേരുവിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അവരുടെ മരണം സംഭവിച്ചു എന്നാണ് പ്രാദേശിക നേപ്പാളിലെ അതോറിറ്റീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എയർലിഫ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഇവരെ ഈ ഹോട്ടൽ മുറിയിൽ നിന്നും ആശുപത്രിയിലേക്ക്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഇവരുടെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ് ഔദ്യോഗികമായി കിട്ടുന്ന മറ്റൊരു വിശദീകരണം.
ദമാൻ എന്ന സ്ഥലത്താണ് ഇപ്പോൾ അപകടമുണ്ടായത്. 8 മലയാളികളാണ് മരിച്ചതായുള്ള വിവരം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. കൊറോണ വൈറസ് ഭീതി ഒഴിയാത്ത ചൈന. വൈറസ് രോഗബാധ മൂലം ഇന്ന് ഒരാൾ കൂടി മരിച്ചു. 218 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. ലോകാരോഗ്യ സംഘടന നാളെ ജനീവയിൽ അടിയന്തര യോഗം ചേരും. ലോകരാജ്യങ്ങളുടെ ആശങ്ക കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ നാളെ ജനീവയിൽ ലോകാരോഗ്യ സംഘടന യോഗം ചേരാനിരിക്കെയാണ് ഒരാൾ കൂടി മരിച്ചത്. ഇതോടെ ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. ജനുവരി 19-നാണ് 4-മത്തെ ആളും വൈറസ് ബാധ മൂലം മരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ജനുവരി 13-ന് രോഗം ബാധിച്ച 89-കാരനായ ഇയാളെ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് വുഹാനിലെ ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചൈനയിലെ വുഹാനിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കൊറോണ വൈറസിന്റെ പ്രാരംഭം മൃഗങ്ങളിൽ നിന്നാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ പുതിയ തരത്തിലുള്ള ഈ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും അതിവേഗം വ്യാപിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ചൈനയ്ക്ക് പുറമെ ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ജപ്പാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലും കൊറോണ വൈറസ് ബാധ സംശയിക്കുന്നവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികളെത്തുന്ന പുതുവർഷാഘോഷത്തിന്റെ സമയമാണിപ്പോൾ എന്നതും രോഗം പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിൽ വൈറസ് ബാധയുള്ളതായി സംശയിക്കുന്ന 218 പേരാണ് ചൈനയിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. മംഗളൂരുവിൽ നടന്ന പൗരത്വ പ്രതിഷേധങ്ങളിൽ മലയാളികൾക്ക് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപം. വെടിവയ്പ് നടന്ന ദിവസം വിവിധ ആവശ്യങ്ങൾക്കായി മംഗളൂരുവിൽ എത്തിയവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. സംഭവത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് നോട്ടീസ് ലഭിച്ചവർ ആവശ്യപ്പെട്ടു. സ്ത്രീകളും വിദ്യാർത്ഥികളും തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഡിസംബർ 19-ന് മംഗളൂരുവിൽ എത്തിയവർക്കുൾപ്പെടെയാണ് മംഗളൂരു പോലീസ് നോട്ടീസ് അയച്ചത്. വെടിവെപ്പ് നടന്ന ദിവസം നഗരത്തിൽ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ മലയാളികൾക്ക് നേരെ നടക്കുന്നത് ആസൂത്രിതമായ നടപടിയാണെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ആ മന്ത്രി, BJP മന്ത്രിസഭയിലെ മന്ത്രിയുടെ ആരോപണം അതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കുറച്ചും കേരളത്തിലുള്ള മലയാളികളെ പ്രതികളാക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസുകൾ മൊത്തം വന്നിട്ടുള്ളത്. അത് ഏത് നിലക്കും ഞങ്ങൾ നേരിടും. നിയമപരമായിട്ടെങ്കിൽ ആ രീതിയിലേക്ക്. അന്നേ ദിവസം മംഗളൂരു നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 5 മൊബൈൽ ടവറുകൾക്ക് കീഴിൽ വന്നിട്ടുള്ള നമ്പറുകൾ ശേഖരിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് പോലീസ് വിശദീകരണം. എന്നാൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്കടക്കം നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ആ മൊബൈൽ കേരള ഭാഗത്ത് എത്ര മണിക്കൂറിന് യൂസായിരുന്നു? ആ സംഭവം നടന്നത് കർണാടകയിൽ 3 മണിക്കൊക്കെ. ഈ കേരളത്തെ ആ സിം 12 മണി 1 മണിന്റെ ഉള്ളിൽ അങ്ങ് കേരളത്തുണ്ട്. വിവിധ ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സ്വകാര്യ ആവശ്യങ്ങൾക്കായാണ് മംഗളൂരുവിൽ പോയതെന്നും പ്രതിഷേധ പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ലെന്നുമാണ് നോട്ടീസ് ലഭിച്ചവർ പറയുന്നത്. ആനന്ദ് കൊട്ടില, 24, കാസർഗോഡ്. കോടികളുടെ കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് സ്കൂൾ പാഠപുസ്തകങ്ങളുടെ അച്ചടി KBPS നിർത്തിവച്ചു. ഫണ്ടില്ലാത്തതിനാൽ ലോട്ടറി അച്ചടിയും പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി KBPS മാനേജിംഗ് ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകി. പാഠപുസ്തകങ്ങളുടെയും ലോട്ടറിയുടെയും ഉൾപ്പെടെ അച്ചടിക്കൂലി ഇനത്തിൽ 225 കോടി രൂപയാണ് KBPSന് ലഭിക്കാനുള്ളത്. സംസ്ഥാനത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും ലോട്ടറിയുടെയും അച്ചടി കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിക്കാണ്. എന്നാൽ 2010-11 സാമ്പത്തിക വർഷം മുതൽ പാഠപുസ്തക അച്ചടി, വിതരണ ചാർജ്, പേപ്പർ വാങ്ങിയത് എന്നീ ഇനങ്ങളിലായി 148.38 കോടി രൂപ KBPSന് കുടിശ്ശികയായി ലഭിക്കാനുണ്ട്. തുക ലഭിച്ചില്ലെങ്കിലും വർഷാവർഷം KBPSന്റെ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് പാഠപുസ്തക അച്ചടി നടത്തുകയാണ് ചെയ്യുന്നത്. KBPSന്റെ ഫണ്ടിൽ നിന്നും പേപ്പറും മഷിയും വാങ്ങി 2020-21 അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി തുടങ്ങിയെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ പാതി വഴിയിൽ അച്ചടി നിർത്തിവെച്ചു. സർക്കാരിൽ നിന്ന് ഫണ്ടുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അച്ചടി നിർത്തേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാനേജിംഗ് ഡയറക്ടർ അയച്ച കത്തിൽ പറയുന്നു. ട്രഷറി നിയന്ത്രണം കാരണം വിവിധ വകുപ്പുകൾ അച്ചടിക്കൂലി ഇനത്തിൽ നൽകേണ്ട തുക നൽകിയിട്ടില്ല. ഇതിനാൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കത്തിൽ വിശദീകരിക്കുന്നു. ഇത് ലോട്ടറി ടിക്കറ്റുകളുടെ അച്ചടിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിൽ നിന്ന് മാത്രം 60.95 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ഇതുൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിന്നായി 225.71 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും ഇത് ലഭ്യമാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നും കത്തിൽ പറയുന്നു. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടികൾക്ക് സെനറ്റിൽ ഇന്ന് തുടക്കമാകും. അധികാര ദുർവിനിയോഗം, കോൺഗ്രസ് നടപടികളെ തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് കഴിഞ്ഞ മാസമാണ് ജനപ്രതിനിധി സഭ ട്രംപിനെ ഇംപീച്ച് ചെയ്തത്. സെനറ്റിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലാകും ഇംപീച്ച്മെന്റ് നടപടികൾ നടക്കുക. സെനറ്റ് അംഗങ്ങൾ തന്നെയായിരിക്കും ജൂറികൾ. പ്രതിനിധിസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പ്രോസിക്യൂട്ടർമാരാകും. 3-2 ഭൂരിപക്ഷമാണ് ട്രംപിനെ കുറ്റക്കാരനായി കണക്കാക്കാൻ വേണ്ടത്.
സെനറ്റ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ട്രംപ് പുറത്തു പോകേണ്ടി വരും. എന്നാൽ 100-അംഗ സെനറ്റിൽ 67 പേരുടെ പിന്തുണയെങ്കിലും വേണം പ്രമേയം പാസാവാൻ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേധാവിത്വമുള്ള സെനറ്റിൽ പ്രമേയം പാസാകാൻ സാധ്യതയില്ല. ഈ വർഷം നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ മുഖ്യ എതിരാളിയാകുമെന്ന് കരുതുന്ന ജോ ബൈഡനും മകനുമെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ യുക്രൈൻ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിലാണ് ട്രംപ് ഇംപീച്ച്മെന്റ് വിചാരണ നേരിടുന്നത്. സ്പീക്കർ നാൻസി പെലോസിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജനപ്രതിനിധി സഭ ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങിയത്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്യുന്ന 3ാമത്തെ പ്രസിഡന്റാണ് ട്രംപ്. ആൻഡ്രൂ ജോൺസൺ, ബിൽ ക്ലിന്റൺ എന്നിവരാണ് ഇതിനു മുമ്പ് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ടത്. സെനറ്റ് പിന്നീട് കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് ഇരുവരും പ്രസിഡന്റ് പദവിയിൽ തുടരുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. മൂന്നാറിലെ നദീതീരത്തും കൈത്തോടുകളിലും കയ്യേറ്റം വ്യാപകമാകുന്നു. പ്രദേശത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അവഗണിച്ച് നിർമ്മാണത്തിലുള്ളത് 5ഓളം ബഹുനില കെട്ടിടങ്ങളാണ്. അധികൃതരുടെ ഒത്താശയോടെയാണ് അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതെന്ന പരാതി ശക്തമാണ്. കയ്യേറ്റ ഭൂമി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ പൊളിച്ചു നീക്കുമ്പോഴും മൂന്നാറിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണം തകൃതിയായി പുരോഗമിക്കുകയാണ്. മൂന്നാർ ടൗൺ, മൂന്നാർ കോളനി, പഴയ മൂന്നാർ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ദേവികുളം സബ് കളക്ടർ കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും നിർമ്മാണം നടക്കുന്നുണ്ട്. മൂന്നാറിൽ പഞ്ചായത്തിൻ്റെയോ ത്രിതല പഞ്ചായത്തുകളുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന സർക്കാർ കേന്ദ്രങ്ങൾ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ആഭാസകരമാണ്. ഇതിനിടെ VS സർക്കാരിന്റെ കാലത്ത് കണ്ടെത്തിയ അനധികൃത കയ്യേറ്റ ഭൂമിക്ക് സമീപത്തായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകി. തോട് കയ്യേറി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു നിലയോളം കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നു. ഇവ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അധികൃതർ പരിഗണിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. 24 ഇടുക്കി. BJP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉപാധി വെച്ച് RSS കുമ്മനത്തിന് യോജിച്ച പദവി വേണമെന്നാണ് ആവശ്യം. BJP ദേശീയ നേതൃത്വത്തോടാണ് ആവശ്യമുന്നയിച്ചത്. അടുത്ത വാർത്തയിലേക്ക് പോകാം. കാഴ്ചയുടെ വസന്തമൊരുക്കി 2ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രോത്സവത്തിന് ഇന്ന് കോഴിക്കോട് തിരിതെളിയും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രമേളയിൽ സ്ത്രീ സംവിധായകരുടെ വിദേശ ചിത്രങ്ങളുടെയും ഇന്ത്യൻ ചിത്രങ്ങളുടെയും മലയാള ചിത്രങ്ങളുടെയും പാക്കേജാണ് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീ സംവിധായകരുടെ മികച്ച സിനിമകളുടെ കാഴ്ച വസന്തമാണ് 2ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായിട്ടാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ച മികച്ച ചിത്രങ്ങളും മേളയിലുണ്ടാകും. കുറേ പാക്കേജസ് ഉണ്ട്. ഇപ്പം ഞാൻ IFF ഐയിലും കെയിലും ഒക്കെ കണ്ട ഏറ്റവും പുതിയ സിനിമകൾ തന്നെയാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ പാക്കേജായിട്ട് ഇവിടെ വരാൻ പോകുന്ന സിനിമകൾ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പുതിയ ഇന്ത്യൻ സിനിമകൾ, മലയാളം ടുഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന സിനിമകൾ, പിന്നെ 2 പേര് ക്യൂറേറ്റ് ചെയ്യുന്ന ഷോർട്ട് ഫിലിംസിൻ്റെയും ഡോക്യുമെൻ്ററിൻ്റെയും 2 പാക്കേജസ് കൂടിയുണ്ട്. ആദ്യ ദിനമായി ഇന്ന് 4 ചിത്രങ്ങളാണ് ടാഗോർ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക. ഇതിനു പുറമെ ഓപ്പൺ ഫോറം, സെമിനാറുകൾ എന്നിവയും നടക്കും. ഡെലിഗേറ്റ്സിന് മാത്രമായിരിക്കും പ്രവേശനം. വൈകിട്ട് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ കമൽ മേള ഉദ്ഘാടനം ചെയ്യും. 25-ന് രാജ്യാന്തര വനിതാ ചലച്ചിത്രോത്സവത്തിന് സമാപനമാകും. 24 കോഴിക്കോട്. സമകാലിക ലോക നാടകവേദിയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന 12ാമത് രാജ്യാന്തര നാടകോത്സവത്തിന് തൃശൂർ കേരള സംഗീത നാടക അക്കാദമിയിൽ തുടക്കമായി. അക്കാദമി അങ്കണത്തിൽ സാംസ്കാരിക മന്ത്രി AK ബാലൻ ഇറ്റ്ഫോക് ഉദ്ഘാടനം ചെയ്തു. 10 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവം 29-ന് സമാപിക്കും. ഇമേജിനിംഗ് കമ്മ്യൂണിറ്റീസ് എന്നതാണ് ഇത്തവണത്തെ ഇറ്റ്ഫോക്കിന്റെ പ്രമേയം. ജനുവരി 29 വരെ 10 ദിവസങ്ങളിലായി നടക്കുന്ന ഇറ്റ്ഫോക്കിൽ 19 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. ബ്രസീലിലെ കമ്പാനിയ മുൻഗുസ തിയേറ്ററിന്റെ സിൽവർ എപ്പിഡമിക് ഉദ്ഘാടന നാടകമായി അരങ്ങേറി. അക്കാദമി അങ്കണത്തിൽ സാംസ്കാരിക മന്ത്രി AK ബാലൻ രാജ്യാന്തര നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. പുതിയ പരീക്ഷണങ്ങളിലൂടെ നാടകത്തെ നല്ല രീതിയിൽ തിരിച്ചുകൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമീണ തിയേറ്ററുകളും സർക്കാർ സ്ഥാപിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഗ്രാമീണ തിയേറ്ററുകളും വളരെ പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളായി. ആ പൊതു ഇടങ്ങളെയെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുതും വലുതുമായ ഒട്ടേറെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സിനിമ തിയേറ്ററുകളും ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചത്.
ഉദ്ഘാടനത്തിന് മുന്നോടിയായി അക്കാദമി അങ്കണത്തിൽ മന്ത്രി പതാക ഉയർത്തി. ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി കുറിച്ച് അക്കാദമി മുറ്റത്ത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും സംഘവും സപ്തമന്ദള കച്ചേരി അവതരിപ്പിച്ചു. നാടകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ അമ്മന്നൂർ മാധവ ചാക്യാർ പുരസ്കാരം മുതിർന്ന നാടക നിരൂപക ശാന്ത ഗോഖലെയ്ക്ക് മന്ത്രി സമ്മാനിച്ചു. അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത അധ്യക്ഷയായി. 24 തൃശൂർ. BJP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉപാധി വെച്ച് RSS. കുമ്മനം രാജശേഖരന് യോജിച്ച പദവി വേണമെന്നാണ് ആവശ്യം. BJP ദേശീയ നേതൃത്വത്തോടാണ് RSS ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് നീണ്ടുപോകുന്നതിന് പിന്നിൽ RSS ഇടപെടലാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കും മുൻപ് കുമ്മനത്തിന്റെ കാര്യത്തിൽ തീരുമാനം വേണമെന്ന RSS സംസ്ഥാന ഘടകം ഉപാധി വെച്ചിട്ടുണ്ട്. ഗവർണർ സ്ഥാനത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ യോജിച്ച പദവി ലഭിക്കണം. സംസ്ഥാന അധ്യക്ഷനെ BJP ദേശീയ നേതൃത്വത്തിന് നിയമിക്കാമെന്നും ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും RSS വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കുമ്മനത്തെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് RSS ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇതിനിടെ ജനുവരി 24-ന് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നും വിവരമുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. മകരമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. പുലർച്ചെ പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മേൽശാന്തി നട അടച്ച് താക്കോൽ കൈമാറി. കുംഭമാസ പൂജകൾക്കായി ക്ഷേത്രനട അടുത്ത മാസം 13-നാണ് തുറക്കുക. ആചാരപരമായ ചടങ്ങുകളോടെ മണ്ഡല മകരവിളക്കു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി. പുലർച്ചെ 4 മണിക്ക് നട തുറന്ന പൂജകൾക്ക് ശേഷം പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിക്ക് മാത്രമായിരുന്നു ശ്രീകോവിലിന് മുന്നിൽ ദർശനം. ഉത്രംനാൾ പ്രദീപ് കുമാർ വർമ്മയാണ് ഇത്തവണ രാജപ്രതിനിധിയായി തിരുവാഭരണത്തിനൊപ്പം എത്തിയത്. ദർശനം പൂർത്തിയായതോടെ ഹരിവരാസനം പാടി നട അടച്ചു. തുടർന്ന് മേൽശാന്തി 18-ാം പടിക്കു താഴെ താക്കോൽ കൂട്ടവും നടവരവിന്റെ പണക്കിഴിയും രാജപ്രതിനിധിക്ക് നൽകി. മേൽശാന്തിയുടെ 1 വർഷത്തേക്കുള്ള ചെലവിനായി പണക്കിഴി തിരികെ നൽകിയതോടെ ചടങ്ങുകൾ പൂർത്തിയായി. യുവതീ പ്രവേശവും പ്രതിഷേധങ്ങളും കലുഷിതമാക്കിയ മുൻവർഷത്തെ അപേക്ഷിച്ച് സമാധാനപരമായിരുന്നു ഇത്തവണത്തെ മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടന കാലം. കൂടുതൽ തീർത്ഥാടകർ എത്തിയതോടെ നടവരുമാനവും വർദ്ധിച്ചു. ഇത്തവണ ആക്ഷേപങ്ങളും പരാതികളും ഒഴിഞ്ഞതാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനും ആശ്വാസമായത്. 24 സന്നിധാനം. വയനാട് അമ്പലവയൽ ഹെൽത്ത് സെന്റർ കെട്ടിടത്തിന് തീപിടിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മരുന്നുകളടക്കം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ജീവനക്കാർ അറിയിച്ചു. കെട്ടിടത്തിനോട് ചേർന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇന്ന് വെളുപ്പിനെ 5 മണിയോടെ തീപിടിച്ചത്. കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന മരുന്നുകളും ആശുപത്രി ഫർണിച്ചറുകളും കത്തിനശിച്ചു. കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ റൂമിനകത്തുള്ള ഓക്സിജൻ സിലിണ്ടറുകൾ മാറ്റിയത് വലിയ അപകടം ഒഴിവാക്കി. വലിയൊരു പ്രശ്നം നമുക്ക് ഒഴിവായി. ശരിക്കും പറഞ്ഞാൽ 8ഓളം ഓക്സിജൻ സിലിണ്ടറോടെ ഉണ്ടായിരുന്നു. ജീവനക്കാർ കുറേ പേര് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ മാറ്റിയതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാതെ കഴിച്ചലായി എന്നുള്ളതാണ് സത്യം. CHCക്ക് സമീപം താമസിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ PP രാജൻ വെളുപ്പിന് പുറത്തിറങ്ങുമ്പോഴാണ് തീ പടരുന്നത് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സമീപമുണ്ടായിരുന്നവരെയും അമ്പലവയൽ പോലീസിനെയും വിവരം അറിയിച്ചു. തുടർന്ന് അമ്പലവയൽ KCB ജീവനക്കാർ വൈദ്യുതി വിച്ഛേദിച്ചു. ബത്തേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയതിനു ശേഷമാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. പ്രാഥമിക കണക്കനുസരിച്ച് 5 ലക്ഷം രൂപയോളം നഷ്ടമുള്ളതായി പറയുന്നു. 24 വയനാട്. കലാരൂപങ്ങളെ ആസ്വാദകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തൃശൂരിൽ പടയണി അരങ്ങേറി. പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തോ കാവുകളിലോ നടത്തി വന്ന അനുഷ്ഠാന കലാരൂപമായ പടയണി ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിന്റെ പുത്തനുണർവ് പ്രകാശനം ചെയ്യുമെന്നാണ് സങ്കല്പം. ഭദ്രകാളി ദേവിയുടെ കോപമടക്കുവാൻ വേണ്ടിയിട്ട് മുരുകനും കൂട്ടരുമാണ് ഈ കോലങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് കാളിയുടെ കോപമടങ്ങി. അതിനുശേഷം ഭൂമിയിൽ നീ പോയി വസിച്ചുകൊള്ളൂ എന്ന് പരമശിവൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യ തിരുവിതാംകൂറിലെ കാവുകളിൽ
ഈ 64 ഗോത്ര കലകൾ കൂടിച്ചേർന്നുകൊണ്ട് പടയണി ആടുകയുമാണ് ചെയ്യാറുള്ളത്. പിശാശുകോലം, മറുതകോലം, യക്ഷികോലം, ഭൈരവികോലം, കാലൻകോലം ഇങ്ങനെ പലതരത്തിലുള്ള കോലങ്ങൾ വ്രതശുദ്ധിയോടെ പടയണിയിൽ കെട്ടിയാടും. കമുകിന്റെ പാളയിലും തണ്ടിലും കരവിരുതിൽ ചമയ്ക്കുന്ന കോലങ്ങൾക്ക് കുരുത്തോലയുടെ അലങ്കാരങ്ങൾ കൂടി ചേരുമ്പോൾ നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കും പടയണി. പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം പൈതൃക കലാകളരിയാണ് കാലപ്രാമാണിക്യത്തിന്റെ 11ാമത് പരിപാടിയിൽ പടയണി അവതരിപ്പിച്ചത്. അന്യം നിന്നു പോകുന്ന അനുഷ്ഠാന കലകൾക്ക് ഊർജം കൂടിയാണ് ഇത്തരം നിറഞ്ഞ സദസ്സുകൾ. 24 തൃശൂർ. ഈ വടക്കോട്ട് പടയണി ഇല്ല, അപ്പോൾ വടക്കോട്ടുള്ളവരെ പടയണി പരിചയപ്പെടുത്താം എന്നതാണ് ഉദ്ദേശം തോന്നുന്നു അല്ലേ? നമുക്ക് ന്യൂസ് ട്രാക്ക് 1/7 ഇന്ന് ഉച്ചയ്ക്കുള്ള ന്യൂസ് ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. 1 മണിക്കുള്ള ന്യൂസ് ട്രാക്ക്. ഇനി ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകളുമായി പ്രവിതയെത്തും. നമസ്കാരം. 24 അഭിമാനത്തിന്റെ ഒരു വർഷം.